നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ചെടി നടാൻ മണ്ണ് പാകപ്പെടണം, ചിലത് പറയാൻ മനസ്സും പാകപ്പെടണം. ഇഷ്ടങ്ങൾ തുറന്നു പറയാനുള്ളതാണ്. അത് പറയും ഒരു ദിവസം. സുന്ദരി, ഇറങ്ങട്ടെ സർ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കാർത്തിക് എന്നത് ഒരടഞ്ഞ അധ്യായമാണ്. പിന്നെ അയാളെ വീണ്ടും കണ്ടുമുട്ടിയെന്നതിന്റെ പേരിൽ മനസ്സ് പൊണ്ണാക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. കേരളം എന്ന് പറയുന്നത് ഒരു ഇട്ടാവെട്ട സ്ഥലമാണ്. പരിചയക്കാരെ നമ്മൾ പലയിടത്ത് വെച്ച് കണ്ടെന്നിരിക്കും. അതിലൊക്കെ ദുരൂഹത ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ ഭ്രാന്തി പിടിക്കുകയുള്ളൂ. കാർത്തിക് എന്തിനു ഈ നാട്ടിൽ വന്നു? സുന്ദരി അവിടെ വെച്ച് കാണുകയും ചെയ്തു. അത് അവിടെ കഴിഞ്ഞു. അവിടെ കഴിയണോ? അത് അത്രയാകാവൂ. പിന്നെ അതിലൊരു ഇമോഷണൽ എലമെന്റ് ഉണ്ട്. പണ്ടെങ്ങും ഒരിക്കൽ സുന്ദരിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണല്ലോ കാർത്തിക്. സോറി സർ, അത്തരം ഇമോഷണൽ ഫീലിങ്സ് എനിക്കില്ല. താലി കെട്ടിയ ആളെന്ന് പോയിട്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ പോലും അയാൾ എന്റെ മനസ്സിലില്ല. എന്തിന്, ഒരു ശത്രുവായി പോലുമില്ല. വെരി ഗുഡ്. പിന്നെ അതങ്ങ് കളഞ്ഞേക്ക് സുന്ദരി. ഓക്കെ ഓക്കെ സർ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാറ് മറക്കണ്ട. എന്താ? ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. സാറിന്റെ ദേവിക്ക് പകരമാവാൻ ഈ ഭൂമിയിൽ ഒരു പെണ്ണിനും ആവില്ല. ദേവിക്ക് പകരക്കാരിയായി ഒരു പെണ്ണും സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് ഇനി സാറിന്റെ ജീവിതത്തിലേക്ക് വരികയും അവള് ദേവിയായി മാറാൻ ശ്രമിക്കുകയും ചെയ്താ അതൊരു പരാജയമായി പോവും. ജീവിതം അരോചകമാവും. എന്ന് കരുതി ഇനിയൊരു പെണ്ണ് ഈ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വേണം, എത്രയും പെട്ടെന്ന് തന്നെ വേണം. പക്ഷെ വരുന്ന പെണ്ണിന് ദേവിയെ മനസ്സിലാക്കാൻ കഴിയണം, സാറിനെ മനസ്സിലാക്കാൻ കഴിയണം. അവൾ അവളായി തന്നെ നിന്ന് സാറിനെ സ്നേഹിക്കണം. എത്രയും വേഗം അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടെത്തണം സർ. അതൊരു ആവശ്യമാണ്. പോട്ടെ. വന്നുടനെങ്കിലും പിണങ്ങിയിരിക്കാതെ എന്തിനാ പിണക്കൊന്നെങ്കിലും പറഞ്ഞൂടെ? മോൾ എന്തൊക്കെയാ പഠിച്ചേ? അങ്കിളിനോട് പറ. ഇല്ല, അമ്മൂട്ടി വരാതെ ഞാൻ ഒന്നും പറയില്ല. ഇപ്പോഴല്ലേ പിണക്കത്തിന്റെ കാര്യം പിടികിട്ടിയത്. സ്കൂളിൽ നിന്ന് വന്നപ്പോ അമ്മൂട്ടിയെ കണ്ടില്ല, അതാണ് വിഷയം. ഹായ്, അമ്മൂട്ടി വന്നു. മോള് വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നിട്ട് ഒരുപാട് നേരമൊന്നും ആയില്ല. പക്ഷെ വന്ന നേരം മുതല് ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക. എന്തിനാ മോളെ പിണങ്ങിയത്? അത് പിന്നെ വന്നുടനെ അമ്മൂട്ടി ഒരു സാധനം കാണിക്കാന്നാ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോ അമ്മൂട്ടിയില്ല. അപ്പ എനിക്ക് ദേഷ്യം വന്നു. ഒരു സാധനം കാണിക്കാനോ? എന്ത് സാധനം? ഞാൻ എടുത്തോണ്ട് വരട്ടെ?
ഇത് കണ്ടോ, കൊള്ളാമോ ഇത്? വേറെ ആരെയും കാണിക്കാതെ ഫസ്റ്റ് അമ്മൂട്ടിയെ കാണിക്കാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഞാൻ. മോൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതേ എനിക്ക് MK മാസ്റ്റർ വാങ്ങി തന്നതാ. ഈ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് മാസ്റ്റർ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് പുറത്തെടുത്താ മതിയെന്ന്. എന്തിനാ മോളെ മാസ്റ്ററിന്റെ കയ്യിൽ നിന്നൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്? ഇതിപ്പോ മോള് ചോദിച്ചു വാങ്ങിയതൊന്നും അല്ലല്ലോ സുന്ദരി. മോൾക്ക് ആ മാസ്റ്ററിനെ വലിയ ഇഷ്ടാ. അതുകൊണ്ടല്ലേ മാസ്റ്റർ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുന്നേ. നോക്ക്, എന്റെ മോള് പാഴാക്കി കളയാതെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ. ആ, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. എന്നെ മാസ്റ്റർ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ ഇത്. എന്നാലും മോളെ ഇതൊന്നും ശരിയല്ല. ഇനി മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നും വാങ്ങിക്കരുത് കേട്ടല്ലോ. ദാ കൊണ്ടുവച്ചേക്ക്. സുന്ദരി അങ്ങനെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. മോൾക്ക് വല്ലാത്ത വിഷമായി. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കണമെന്നില്ലല്ലോ. ചിലപ്പോ ചില സങ്കടങ്ങളും ഉണ്ടാവും. അത് അഭിമുഖീകരിക്കാനും പഠിക്കണം. നീ എന്താ സുന്ദരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ. സുന്ദരി, എടീ സുന്ദരി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. സുന്ദരി, സുന്ദരി, എടീ സുന്ദരി. നിങ്ങൾ എന്തിനാ വീടിനകത്ത് കയറിയേ? എന്താ മോളെ, അമ്മാവനെ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത്? പോ ഇറങ്ങി പോ ഇവിടുന്ന്. നിങ്ങളെ കാണുന്നത് പോലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇറങ്ങി പോവാനാ പറഞ്ഞേ. ബന്ധുമിത്രാദികളുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ ഒരു 2 ദിവസം ആഘോഷിക്കാമെന്നൊന്നും കരുതിയല്ല കാർത്തിക് വന്നത്. ഞാൻ വന്നത് എന്തിനാണെന്ന് എന്റെ മോൾക്ക് അറിയോന്ന. സുന്ദരി ചേച്ചി, ചേച്ചി വേഗം ഒന്ന് വാ. അല്ല, ഇതന്നെയല്ലേ ഞാൻ നേരത്തെ ചെയ്തത്. സുന്ദരി സുന്ദരി എന്നല്ലേ ഞാനും വിളിച്ചത്. മോള് വിളിച്ച് വരുത്തല്ലാരെയും. എന്നാലല്ലേ ഈ രംഗം ഒന്ന് ഗംഭീരമാവൂ. നീ എന്ത് ധൈര്യത്തിലാടോ എന്റെ വീട്ടിലേക്ക് വന്ന് കയറിയത്? ഇറങ്ങടാ, ഇറങ്ങാൻ. ഇറങ്ങി പോനെ പറഞ്ഞത്.